നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ഇന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. മറ്റൊന്നുമല്ല, ഒട്ടേറെ പേർക്ക് വിയോജിപ്പുണ്ടാകാൻ സാധ്യതയുള്ളൊരു വിഷയവുമാണ്. നമ്മൾ ഈ IPL തുടങ്ങി 10-25 ദിവസമായി. വൈഭവ് സൂര്യവംശിയുടെയും പ്രിയാൻ ഷാരിയുടെയും അഭിഷേക് ശർമ്മയുടെയും അടിച്ച് തകർക്കൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. പലപ്പോഴും നമ്മളത് ആസ്വദിക്കാറുമുണ്ട്. പക്ഷേ എപ്പോഴും നമുക്കത് ആസ്വദിക്കാൻ കഴിയാറുണ്ടോ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് ഈ വീഡിയോ. യഥാർത്ഥത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു 35 വർഷത്തിലധികമായി ക്രിക്കറ്റ് ഉൾപ്പെടെയുള്ള സ്പോർട്സ് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരുപാട് കാലം മുമ്പ് പല ബാറ്റർമാരും 3-3.5 പതിറ്റാണ്ട് മുമ്പ് കളിച്ചിരുന്ന ബാറ്റർമാരെയൊക്കെ കണ്ടിട്ടുള്ള നമ്മൾ ഇപ്പോൾ വൈഭവ് സൂര്യവംശിയും പ്രിയാൻ ഷാരിയും ഒക്കെ അല്ലെങ്കിൽ അഭിഷേക് ശർമ്മയൊക്കെ ഇങ്ങനെ അടിച്ച് തകർത്ത് കളിക്കുന്നത് കാണുമ്പോൾ പലപ്പോഴും അത് ആസ്വദിക്കുമ്പോഴും ഒരു ബോറടി തോന്നാറുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ഇത്തവണ IPL പ്രത്യേകിച്ച് എനിക്ക് ആ ബോറടി ഭയങ്കരമായിട്ട് തോന്നി. നിരന്തരം എല്ലാ പന്തും സിക്സറും ഫോറുകളും അടിക്കുന്ന ഒരു സാഹചര്യം. ബൗളർമാർ തീർത്തും ഹതാശരായി, നിരാശരായി ബൗളർമാരെ അങ്ങ് കൊല്ലുകയാണ്. സിക്സും ഫോറും മാത്രമുള്ള കളി അത്ര രസമാണോ കാണാൻ? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്ര രസം തോന്നാറില്ല. ഭയങ്കര ബോറടിക്കും. എല്ലാ പന്തും ഫോറും സിക്സും. ഇപ്പോൾ വൈഭവ് സൂര്യവംശി നിൽക്കുമ്പോൾ നമുക്കറിയാം, അടുത്ത പന്ത് അയാൾ സിക്സ് അടിക്കാൻ നോക്കും, പിന്നെയും സിക്സ് അടിക്കും, പിന്നെയും ഫോർ അടിക്കും. അപ്പോൾ ആ ഒരു പ്രതീക്ഷയുള്ള ആ ഒരു തോന്നലുമായിട്ടാണ് നമ്മൾ കളി കാണാനിരിക്കുന്നത്. അതൊരു ഘട്ടം വരെയൊക്കെ ഓക്കെയാണ്. പക്ഷേ നിരന്തരം ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സിക്സറുകളും ഫോറുകളും മഴ പെയ്യുന്നത് പോലെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ സത്യസന്ധമായി പറഞ്ഞാൽ അത് ബോറടിക്കുന്നു. നമ്മൾ ശരിക്കും ബൗളർമാർക്കൊന്നും ചെയ്യാനില്ല. ഇവർ നിന്ന് എല്ലാ പന്തെറിയാൻ കാത്തു നിൽക്കുകയാണ്, വീശി അടിക്കാൻ. അത് ക്രിക്കറ്റിനെ സത്യം പറഞ്ഞാൽ ക്രിക്കറ്റിനൊരു ഭംഗി നൽകുന്നില്ല, ഒരു ശോഭ നൽകുന്നില്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ബാറ്റർമാരുടെ കളിയായി 2020 ക്രിക്കറ്റിൽ തീർച്ചയായിട്ടും ബാറ്റർമാരുടെ കളിയായിട്ട് മാറിയിട്ടുണ്ട്. 2020 ക്രിക്കറ്റിൽ ബാറ്റർമാരിങ്ങനെ അടിച്ച് തകർക്കുന്നത് കാണാൻ ഒട്ടേറെ ഒരുപക്ഷെ 95% ആളുകൾ അതിന് തന്നെയായിരിക്കും കാത്തിരിക്കുന്നതും. പക്ഷേ എല്ലാ പന്തും കണ്ണും പൂട്ടി സിക്സും ഫോറും അടിക്കുന്ന കളി ഭയങ്കര ബോറടിച്ചു തുടങ്ങിയിരിക്കുന്നു. സൂര്യവംശിയുടെ കാര്യത്തിലായാലും, അഭിഷേക് ശർമ്മ ആയാലും, പ്രിയാൻ ഷാരി ആയാലും, പ്രഭ്സിമ്രൻ ആയാലും എല്ലാവരും ഇങ്ങനെ കളിക്കുമ്പോൾ എന്തുകൊണ്ടോ ബോറടിക്കും. കളി കാണാൻ തോന്നാത്ത വിധം ബോറടിക്കുന്നു. സിക്സറുകൾ അടിക്കുന്നതാണ് ക്രിക്കറ്റ് എന്നൊരു തോന്നൽ അത് പുതിയ തലമുറയിൽ എങ്ങനെ വന്നാലും പന്ത് അടിച്ച് തകർക്കുക. ഒരു ക്ഷമയോ ഒന്നുമില്ല, അങ്ങ് അടിക്കുക, ആഞ്ഞടിക്കുക. ഇതാണ് 2020 ക്രിക്കറ്റ്. ഇതാണ് ലീഗുകൾ. ആ ലീഗുകൾ അങ്ങനെ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിന് ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണത്. കമ്പോളത്തിന് വേണ്ടിയിട്ടാണ് അതങ്ങനെ. പിച്ചുകളിൽ ഒന്നും ഉണ്ടാവില്ല ബൗളർമാർക്ക്, സിക്സും ഫോറും അടിക്കൽ മാത്രം. ഇപ്പോൾ ഇന്നലെ അഭിഷേക് ശർമ്മ 68 പന്തിലാണ് 135 റൺ അടിച്ചത്. മിക്കപ്പോഴും വൈഭവ് സൂര്യവംശി ചുരുങ്ങിയത് 15 പന്തിലാണ് അർദ്ധ സെഞ്ചുറി അടിക്കാറ്. ഒരു 30, 32, 35 പന്തിലാണ് സെഞ്ചുറി അടിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ തന്നെയാണ് അത്. IPLൻ്റെ ഒരു ഇതുകൂടിയാണ്, കമ്പോളമാണ്. 2020 ക്രിക്കറ്റാണ് ഇന്ന് ലോകത്താകെ വിറ്റഴിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കമ്പോളത്തിലെ ഏറ്റവും വലിയ സംഗതി. അത് ബാറ്റർമാർക്ക് അനുകൂലമായി ഉണ്ടാക്കിയാലേ താല്പര്യമുള്ളൂ കളി കാണാൻ എന്നൊരു തോന്നലും കൂടി ഉണ്ട്. അത് സത്യവുമാണ്. അതിനനുസരിച്ചിട്ടാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏകപക്ഷീയമായി ബൗളർമാരെ കൊല്ലുന്ന ബാറ്റർമാരെ എന്തുകൊണ്ടാണ് ബോറടിക്കും. കുറേ സിക്സറുകളും ഫോറുകളും കണ്ട് നമുക്ക് മടുക്കും. നമുക്കൊരു വല്ലാത്ത ചളിപ്പ് തോന്നുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അതൊരു പക്ഷേ എൻ്റെ മാത്രം തോന്നലായിരിക്കാം, എന്നോട് കടുത്ത വിയോജിപ്പുള്ള ആളുകളുണ്ടാകാം. എങ്കിലും നമുക്ക് തോന്നുന്നത് പറയാൻ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇത് ചെയ്തത്. വളരെ ക്രിക്കറ്റിനോടുള്ള നമ്മുടെ ഒരു ഇഷ്ടം, നമ്മൾക്ക് ആ സ്പോർട്സിനോടുള്ള ആ ഐറ്റത്തിനോടുള്ള ആ ഗെയിമിനോടുള്ള ഒരു ഇഷ്ടം നിരന്തരം സിക്സറും ഫോറുകളും അടിക്കുന്നതാണോ ബൗളർ ബാറ്ററെ കീഴടക്കുന്നതും ബാറ്റർ ബൗളറെ കീഴടക്കുന്നതും? അതുപോലെ നല്ല ഫീൽഡിങ്, നല്ല ക്യാച്ചുകൾ, ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് IPL. അതൊന്നും ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ ഇത് ഏതാണ്ട് 90% ബാറ്റർമാരുടെ ഒരു കളിയായിട്ട് ക്രിക്കറ്റ് മാറുന്നു. അപ്പോൾ ക്രിക്കറ്റ് ബാറ്റർമാരുടെ മാത്രം കളിയാണോ എന്നൊരു വലിയ സന്ദേഹം, അതിലൊക്കെ അപ്പുറത്ത്
ഒരു സംഗതി തന്നെ നിരന്തരം ഇപ്പോൾ ഏറ്റവും സ്വാദിഷ്ടമായ ഭക്ഷണം പോലും എന്നും ഏത് നേരവും എല്ലാ നേരവും അത് തന്നെ കഴിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ബോറടിക്കില്ലേ? അതുപോലെ തന്നെ എല്ലാ പന്തും സിക്സർ അടിക്കുന്നത് ഇതിലെ ഒരു 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 അസ്വസ്ഥതയുണ്ടല്ലോ, ഒരു ബോറടി, ഇത് മടുത്തു, കണ്ടും മടുക്കും. നമ്മളപ്പോൾ റിമോട്ട് എടുത്ത് ടി വി ഓഫ് ചെയ്യുന്ന നിലയിലേക്ക് ക്രിക്കറ്റ് ആരാധകർ മാറുന്നൊരു സാഹചര്യം ചിലരെങ്കിലും ഉണ്ടാകാമെന്ന് ഞാൻ കരുതുന്നു. എന്തായാലും അത് എത്രത്തോളം ക്രിക്കറ്റിന് ഗുണം ചെയ്യും? ഇവരൊക്കെ ക്വാളിറ്റി പ്ലെയേഴ്സാണോ എന്നതാണ് മറ്റൊരു ചോദ്യം. ക്വാളിറ്റി ബാറ്റർമാരാണോ? ബൗളർമാർക്ക് ബൗളിംഗ് കണ്ടീഷനുകളിൽ ഇവരൊക്കെ പരീക്ഷിക്കപ്പെടുമെന്നുള്ളത് തർക്കമില്ല. ഇവരൊക്കെ ടെക്നിക്ക് എന്താണ്? ഇവരൊക്കെ 2020 ക്രിക്കറ്റിന് വേണ്ടി മാത്രം ഉള്ള ബാറ്റർമാരാണ് എന്നാണ് പലപ്പോഴും തോന്നാറ്. ടെസ്റ്റ് ക്രിക്കറ്റ് ഉൾപ്പെടെ ആദ്യ മണിക്കൂറുകളിൽ ബാറ്റർമാരെ കഠിന പരീക്ഷയിലൂടെ കടത്തിവിടുന്ന ബൗളർമാരുടെ അടക്കം പാകത്തിലുള്ള 5 ദിവസത്തെ പിച്ച് ഒരുക്കുമ്പോൾ ആ 5 ദിവസത്തിൽ ഈ പറഞ്ഞ ആളുകളെല്ലാം ഓപ്പണേഴ്സാണ്. ഈ ഓപ്പണിംഗ് ബാറ്റർമാർക്കെല്ലാം എത്രത്തോളം അതിലൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റും അത്തരം ബൗളിംഗ് കണ്ടീഷൻസിൽ? അവരുടെ ടെക്നിക്ക്, സാങ്കേതികത, അവരുടെ ബാറ്റിങ്ങിൻ്റെ ടെക്നിക്കലി സൗണ്ടാണോ അവർ ബാറ്റർമാർ എന്ന നിലയിൽ എന്നതൊക്കെ പരീക്ഷിക്കപ്പെടേണ്ടതുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ഈ വലിച്ചു വാരി അടിയിലൂടെ ഇവരൊക്കെ വളരെ പ്രശസ്തരും വളരെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കും, അതൊക്കെ സാധിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇവരാണ് ബാറ്റർമാർ എന്ന നിലയിലേക്ക് നമ്മുടെ ചിന്ത താഴ്ന്നുവോ എന്നൊരു സംശയമുണ്ട്. അത് തീർച്ചയായിട്ടും ക്രിക്കറ്റിന് ഗുണം ചെയ്യില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്.